റെസിപ്രോക്കൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഞാനൊരു നമ്പർ എഴുതുവാണ് 2/5 അല്ലെ, ഇതൊരു ഫ്രാക്ഷണൽ നമ്പർ അല്ലെ. 2/5 എന്ന് പറയുമ്പോൾ 2 ന്യൂമറേറ്ററും 5 ഡിനോമിനേറ്ററും ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. 2/5 ഇത് നേരെ തിരിച്ചിടുക, അപ്സൈഡ് ഡൗൺ, 5 മുകളിലും 2 താഴെയും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് 5/2. അപ്പൊ 2/5ന്റെ റെസിപ്രോക്കൽ ആരാന്ന് ചോദിച്ചാൽ 5/2. 5/2വിന്റെ റെസിപ്രോക്കൽ ആരാന്ന് ചോദിച്ചാൽ 2/5. കണ്ടോ, നേരെ തലതിരിച്ച് എഴുതുന്നതിന് പറയുന്ന പേരാണ് റെസിപ്രോക്കൽ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. 3/7 റെസിപ്രോക്കൽ എത്രയാന്ന് ചോദിച്ചാൽ 7/3 അല്ലേ. എന്നാ ഒരു 5 ആണെങ്കിലോ, വെറുതെ ഒരു 5 മാത്രമേ ഉള്ളൂ. 5 എന്ന് നമ്മൾ എഴുതുമ്പോൾ 5ന് ശരിക്കും പറഞ്ഞാൽ ഡിനോമിനേറ്റർ 1 ഉണ്ട്. നമ്മൾ എഴുതാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഡിനോമിനേറ്റർ 1 ഉണ്ട്. അപ്പൊ 5 എന്ന് പറയുന്നയാളുടെ റെസിപ്രോക്കൽ എഴുതാൻ പറയുമ്പോൾ 1/5 ആണ്. കാരണം ഡിനോമിനേറ്ററിലുള്ള 1 മുകളിലോട്ട് പോയി, 1/5. ഇനി നമ്മളോട് 1/6 ആണെങ്കിലോ, 1/6ന്റെ റെസിപ്രോക്കൽ എത്രയാ? 6 ആണ്. കാരണം 1/6 എന്ന് പറയുന്നതിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തലതിരിച്ചിടുമ്പോൾ 6/1 വരും. 6/1 എന്ന് പറയുന്നത് 6 തന്നെയാണ്. ഇനി റെസിപ്രോക്കൽസ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ ദ റെസിപ്രോക്കൽ എന്നാ പറയാ. ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മള് 10/5 നമുക്കറിയാം 2 ആണെന്നല്ലേ. പക്ഷെ 10/5 എന്ന് പറയുന്നത് 10 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 5. റെസിപ്രോക്കൽ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 1/5. ഇങ്ങനെ ചെയ്യുമ്പോഴോ ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും. 10 ഇൻറ്റു 1 10/5. അപ്പോഴും കണ്ടോ 2 തന്നെയല്ലേ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡിവിഷൻ ഈസ് സെയിം ആസ് മൾട്ടിപ്ലൈയിങ് ബൈ ദ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാക്ഷൻസ് വെച്ചുള്ള ഡിവിഷനിൽ നമ്മൾ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ 10/1/3 ആന്ന് വിചാരിച്ചോ. 10/1/3 എന്ന് പറയുന്നത് 10 ഇൻറ്റു ഈ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി കഴിഞ്ഞാൽ ഉടനെ അതിന്റെ തൊട്ടപ്പുറത്തുള്ള നമ്പർ 1/3നെ നേരെ റെസിപ്രോക്കൽ ആക്കണം. 3/1 ആവും. കണ്ടോ, 10 ഇൻറ്റു 3 30 ആണ് ആൻസർ വരുന്നത്. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് റെസിപ്രോക്കൽസ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ്. സുമ ഹാസ് 16 റുപ്പീസ് വിത്ത് ഹർ. സുമയുടെ കയ്യിൽ 16 റുപ്പീസ് ഉണ്ട്. സഫീർ ഹാസ് 4 റുപ്പീസ്. സഫീറിന്റെ കയ്യിൽ 4 റുപ്പീസും ഉണ്ട്. വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി? സുമയുടെ കയ്യിലുള്ള എമൗണ്ടിന്റെ വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്? സഫീറിന്റെ കയ്യിലുള്ളത്. സി, സുമയുടെ കയ്യിലുള്ളതിന്റെ എത്ര പാർട്ടാണ് സഫീറിന്റെ കയ്യിലുള്ള എമൗണ്ട് എന്നാ ചോദിക്കുന്നത്. അപ്പൊ സുമയുടെ കയ്യിലുള്ളത് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കണം. ഇപ്പൊ 4/16 ആണ് ആൻസർ വരുന്നത്. 4/16 എന്ന് പറയുമ്പോൾ 4ഉം 16ഉം നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. ഡിനോമിനേറ്ററിൽ 16/4 4 എന്ന് വരും. അപ്പൊ ഇവിടെ ആൻസർ 1/4 ആണ്. അപ്പം 1/4 പാർട്ട് ഓഫ് സുമാസ് മണി ആണ് സഫീറിന്റെ കയ്യിലുള്ളത് എന്നാണ് മീനിങ് വരുന്നത്. ഇനി ഹൗ മെനി ടൈംസ് സഫീർസ് മണി? സഫീറിന്റെ കയ്യിലുള്ള എമൗണ്ട് എത്രയാ? 4. അതിന്റെ എത്ര ടൈംസ് ആണല്ലേ? ഹൗ മെനി ടൈംസ് സഫീർസ് മണി എന്നാണ്. ഹൗ മെനി ടൈംസ് എന്ന് പറയുമ്പോ സഫീറിന്റെ കയ്യിലുള്ള എമൗണ്ടിന്റെ എത്രയോ ടൈംസ് ആണ് സുമയുടെ കയ്യിലുള്ളത് എന്നാണ് ചോദിക്കുന്നത്. സുമയുടെ കയ്യിലുള്ളത് 16 ആണ് അല്ലെ. അപ്പൊ 4 ഇൻറ്റു സംതിങ് ഈസ് ഈക്വൽ ടു 16. 4 ഇൻറ്റു 4 ആണല്ലോ 16. A large bag contains 9 kilogram of sugar. ഇപ്പൊ ഒരു വലിയ ബാഗിനകത്ത് 9 കിലോഗ്രാം ഷുഗർ ഉണ്ട്. A small bag contains 6 kilogram. അപ്പൊ ഒരു ചെറിയ ബാഗിനകത്ത് 6 കിലോഗ്രാം ഉണ്ട്. The weight of sugar in the heavier bag is, the weight of sugar in the heavier bag എന്ന് പറഞ്ഞാൽ 9 is how much times that in the lighter bag? കണ്ടോ, ആ പറഞ്ഞ സ്ഥലത്തോട്ട് ഈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈക്വൽ ടു ഇട്ട് കൊടുത്ത് ഒരു ഇക്വേഷൻ പോലെയാക്കി. അപ്പൊ ഇവിടെയുള്ള നമ്പർ കണ്ടുപിടിക്കണം. നമുക്ക് അയാളെ എക്സ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ 6 ഇൻറ്റു എക്സ് എന്ന് എഴുതാം അല്ലെ. 6 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 9. അപ്പൊ നമുക്ക് എക്സ് ആരാണെന്ന് കിട്ടണമെങ്കിൽ 6 നമ്മളെടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പോ
ഇത് നമ്മൾ പണ്ട് ഓൾജിബ്രയെ പഠിച്ചിട്ടുണ്ട് അല്ലേ. 6 ഇവിടുന്ന് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ 9/6 എന്ന് വരും. കണ്ടോ, 9 അവിടുന്ന് അനങ്ങത്തില്ല, 9 ന്യൂമറേറ്റർ തന്നെ ഇരിക്കും. 9/6 എന്ന് പറയുമ്പോൾ 9നെയും 6നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 ഡിവൈഡ് ബൈ 3 വരുമ്പോൾ 3 എന്ന് വരും. 6 ഡിവൈഡ് ബൈ 3 വരുമ്പോൾ 2 എന്ന് വരും. അപ്പൊ 3/2 ടൈംസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാം. അപ്പൊ 1 and 1/2 ടൈംസ് എന്നും എഴുതാം. ഇനി അടുത്ത പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ലൈറ്റർ ബാഗ് ഈസ് എന്നാലേ, ലൈറ്റർ ബാഗിലുള്ളത് 6 ഈസ് വാട്ട് പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ദ ഹെവിയർ ബാഗ്. വാട്ട് പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ദ ഹെവിയർ ബാഗ്. അപ്പൊ 6 is equal to something into 9 എന്നാ കിട്ടേണ്ടത്. ഇയാളെ നമ്മൾ എക്സ് എന്ന് വിളിക്കുവാണെങ്കിൽ 9 into എക്സ് ആണ് 6. അപ്പൊ എക്സ് കിട്ടണമെങ്കിലോ 9 എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോഴോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ 9ന്റെ ജോലി. ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ മൾട്ടിപ്ലൈ എന്നുള്ളയാൾ അങ്ങോട്ട് പോകും, ഇവിടെ ഡിവിഷൻ ആവും. അപ്പൊ 6/9, 6ഉം 9ഉം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2/3 എന്ന് വരും. അപ്പൊ ഇവിടെ 2/3 ടൈംസ്. ഇവിടെ കണ്ടോ, സിറ്റുവേഷൻ തലതിരിച്ചിടുവാണ്. അതായത് ഷുഗർ വലിയ ബാഗ് ചെറിയ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പോർഷൻസ് മാറ്റുമ്പോഴത്തേക്കും 3/2 ടൈംസ് എന്നുള്ളത് 2/3 ടൈംസ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ അത് കാണാതെ പഠിക്കണ്ട, ഇതുപോലെ ആലോചിച്ച് ചെയ്യുന്നതാണ് നല്ലത്. The weight of an iron block is 6 kilograms. The weight of another block is 26 kilograms. അപ്പൊ അയൺ ബ്ലോക്കിൻ്റെത് 6 കിലോഗ്രാമും വേറൊരു ബ്ലോക്കിൻ്റെത് 26ഉം ആണ്. ദ വെയിറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക്, അതായത് വെയിറ്റ് കുറഞ്ഞ ബ്ലോക്ക് അല്ലെ. വെയിറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 6 ആണല്ലേ ചെറുത്. അപ്പൊ 6 ഈസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു വാട്ട് ഫ്രാക്ഷൻ ഓഫ് സംതിങ് ഇൻറ്റു, ഓഫ് എന്ന് പറഞ്ഞാൽ മാത്സിൽ ഇൻറ്റു ആണ്. ദാറ്റ് ഓഫ് ഹെവിയർ ബ്ലോക്ക്. ഹെവിയർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കനം കൂടിയത് 26. അപ്പൊ 6 is equal to സംതിങ് ഇൻറ്റു 26 എന്നുള്ളത് നമുക്ക് 26 into x equal to 6 എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ 26നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. സോ എക്സ് is equal to 6/26. 6ഉം 26ഉം നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 26നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13. അപ്പൊ ഇവിടെ ആൻസർ 3/13 എന്നാണ് വരുന്നത്. അടുത്തത് ദ വെയിറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ്. ദ വെയിറ്റ് ഓഫ് ദ ഹെവിയർ എന്ന് പറഞ്ഞാൽ 26 ഈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഹൗ മച്ച് ടൈംസ് സംതിങ് ഇൻറ്റു ദാറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക്. ചെറിയ ബ്ലോക്കിന്റെ എത്ര ടൈംസ് ആണ്. അപ്പൊ 6 ടൈംസ് എക്സ് ഈസ് ഈക്വൽ ടു 26. ആ 6നെ എടുത്ത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം അല്ലേ. ഇവിടെ മൾട്ടിപ്ലൈ എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 26/6 എന്ന് വരും. 26ഉം 6ഉം ഡിവിസിബിൾ ബൈ 2 ആണ്. 26നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 ആൻഡ് ദിസ് ഇസ് 3. സോ 13/3 ടൈംസ് എന്നാക്കാം. അതല്ലെങ്കിൽ നമുക്ക് അതിനെ എന്താക്കാം, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. 13നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 ടൈംസ് 4 ടൈംസ് പറ്റും. 4 ടൈംസ് 3 12 എന്ന് വരും. ഇവിടെ 1 വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 and 1/3 ടൈംസ്. ഇങ്ങനെയും എഴുതാം. The length of a ribbon is 2/3 times the length of a smaller ribbon. നമ്മുടെ കയ്യിൽ ഒരു വലിയ റിബണും ഉണ്ട്, ഒരു ചെറിയ റിബണും ഉണ്ട്. അപ്പൊ ലെങ്ത് ഓഫ് ദ റിബൺ ഈസ് 2/3 times the length of the smaller ribbon. അപ്പൊ ചെറിയ റിബൺ എക്സ് ആണ് ലെങ്ത് എങ്കിൽ മറ്റേ വലിയതോ 2/3 times the length of the smaller എന്നാ പറഞ്ഞല്ലേ. 2 and 2/3 times എക്സ് ആണ് ഈ വലിയ റിബണിന്റെ ലെങ്ത്. What part of the length of the large ribbon is the length of the small ribbon? ഇതില് 2 and 2/3 എന്നുള്ളത് നമുക്ക് മിക്സ്ഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് ആദ്യം ഇംപ്രോപ്പർ ആക്കാം. അപ്പൊ 3 into 2 6, 6 plus 2 8 എന്ന് വരും അല്ലേ. അപ്പൊ 8/3. അപ്പൊ ഇത് 8/3 ടൈംസ് എക്സ് എന്ന് എഴുതാലോ. അപ്പൊ വലിയ റിബണിന്റെ ലെങ്ത് 8/3 ടൈംസ് എക്സ് ആണ്. ഇനി വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ എന്ന് പറയുമ്പോൾ 8/3 എക്സിന്റെ അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം കേട്ടോ. ഇങ്ങനെ 8/3 എക്സ് എന്നുള്ളത് ഡിനോമിനേറ്ററിൽ വരുമ്പോൾ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാലോ, വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ. ലാർജ് റിബണിന്റെ ലെങ്ത്തിന്റെ എത്ര പാർട്ടാണ് ഈസ് ഈക്വൽ ടു the length of the small ribbon x. ഇങ്ങനെയാ വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ 8/3 ടൈംസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നാ വന്നിരിക്കുന്നത്. അപ്പോ 8/3 ടൈംസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്.
okay, and something is multiplied by this അല്ലേ? എക്സ് ഈസ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും എക്സ് ഇരിക്കുന്നില്ലേ? രണ്ട് സൈഡിൽ നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് അങ്ങ് ക്യാൻസൽ ആയി പോകും, അങ്ങനെയും ഉണ്ട്. സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഈ നമ്പർ അപ്പുറത്തോട്ട് പോകണം അല്ലെ? ഇവിടെ ഇരിക്കുന്ന നമ്പർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ 8നെയും 3യെയും അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ അത് 3/8 എന്നാണ് വരുന്നത്. ഈ ക്വസ്റ്റിന്റെ ആൻസർ ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ 8/3x ആയിരുന്നു. അതിന്റെ സംടൈംസ് അല്ലെ, എത്രയോ പാർട്ട് അല്ലെങ്കിൽ വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്മോൾ റിബൺ. ഇവിടെ രണ്ട് സൈഡിലും എക്സ് കാണുന്നില്ലേ? രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്തല്ലേ കിടക്കുന്നത്. രണ്ട് സൈഡും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ 8/3 ടൈംസ് സംതിങ് ഈസ് ഈക്വൽ ടു 1. ഇവിടുന്ന് എക്സിനെ ഞാൻ കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഇരിപ്പുണ്ട്. കാരണം 1 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് എന്ന് മാത്രമേ എഴുതാറുള്ളൂ. ഇനി ഈ 8നെയും 3യെയും അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇവിടെയുള്ള നമ്പർ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ 8 ന്യൂമറേറ്ററിലല്ലേ ഇരിക്കുന്നത്, അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിനോമിനേറ്ററിലോട്ടാണ് പോകുന്നത്. 3 ഡിനോമിനേറ്ററിലുള്ളയാൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ ന്യൂമറേറ്ററിലോട്ട് പോകും. അപ്പൊ 3/8 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3/8. The price of 1 and 1/2 kilograms of tomato is 30 rupees. അപ്പം 1.5 കിലോ 1 and 1/2 കിലോഗ്രാമിനാണ് 30 റുപ്പീസ് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം? 1 കിലോഗ്രാമിന് എത്രയാണെന്ന് കിട്ടണമെങ്കിൽ 30 റുപ്പീസ് ഡിവൈഡഡ് ബൈ 1 and 1/2 ചെയ്യണം അല്ലേ? കാരണം 1 and 1/2 കിലോഗ്രാമിനാണ് 30 റുപ്പീസ്. അപ്പൊ എത്ര രൂപയാണ് ഒരു കിലോയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ എമൗണ്ടിനെ, രൂപയെ നമുക്ക് ആ ഒരു വാല്യൂ കൊണ്ട് 1 and 1/2 kg കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇതിൽ ഡിവിഷൻ 1 and 1/2 എന്നുള്ളത് നമുക്ക് എന്താക്കണം? ആദ്യം മിക്സ്ഡ് ഫ്രാക്ഷൻ, ഇപ്പൊ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 1 into 2 2, 2 plus 1 3, 3/2 അല്ലേ ഈ നമ്പർ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ 30 divided by 3/2 എന്ന് ആക്കാലോ. 30 divided by 3/2 എന്ന് പറയുമ്പോൾ 30 into 2/3. ഇതിൽ 3യും പിന്നെ 30യും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ? 3നെ 1 ആക്കാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 10 ആവും. അപ്പൊ 10 into 2 20 റുപ്പീസ് ആണ് 1 kgയുടെ പ്രൈസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു റെക്ടാംഗിൾ ഉണ്ട്, അതിന്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത്. ഏരിയ ഈസ് ഹാഫ് സ്ക്വയർ മീറ്റർ. ഏരിയ ഈസ് ഈക്വൽ ടു 1/2 മീറ്റർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ്, ഒരു സൈഡിന്റെ ലെങ്ത് 3/4 മീറ്റർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? അതർ സൈഡിന്റെ ലെങ്ത് ഇപ്പം എക്സ് എന്ന് എടുത്തേക്കാം, അത് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ഇൻറ്റു 3/4 ആണ് നമുക്ക് 1/2 എന്ന് കിട്ടിയത് അല്ലേ? അപ്പൊ എക്സ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ 4 അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. 4 ഇപ്പൊ ഇവിടുത്തെ ജോലി എന്താ? ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നയാളുടെ ജോലി ഡിവിഷൻ ആണ്. അപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിരിക്കേണ്ടത് ന്യൂമറേറ്ററിലാണ്. ചുരുക്കി പറഞ്ഞ ഡിനോമിനേറ്ററിലുള്ള ആൾ അപ്പുറത്തോട്ട് പോകും, ന്യൂമറേറ്ററിലോട്ട് പോകും. അതുപോലെ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന ആൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററിലോട്ടും വരും. അതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു, ഈ 4 ഡിനോമിനേറ്ററിൽ നിന്ന് അങ്ങോട്ട് പോകുകയാണ്, അപ്പൊ മുകളിലോട്ട് പോയി. 3യോ അവിടുന്ന് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും താഴോട്ട് പോയി. ഇൻറ്റു 1/2. ഇവിടെ 1/2 ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾറെഡി അവരവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലെ? ഇനി ചിലപ്പോൾ കുട്ടികൾക്ക് തോന്നും ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ അല്ലേ ആകേണ്ടത്. അത് നല്ലൊരു ഡൗട്ടാണ്, അതും കൂടി പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ 1/2, ഈ 3/4നെ മൊത്തത്തിലെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഡിവൈഡ് ബൈ 3/4 എന്നല്ലേ വരുന്നത്. ഡിവിഷൻ ബൈ 3/4 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈയിങ് ബൈ ദ റെസിപ്രോക്കൽ, നമ്മൾ ആദ്യം പഠിച്ചില്ലായിരുന്നോ വീഡിയോയുടെ? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആക്കി ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലൈയിങ് ബൈ ദ റെസിപ്രോക്കൽ ഓഫ് 3/4 എന്ന് പറഞ്ഞാൽ തല തിരിച്ചിടണം. അപ്പൊ 4/3 എന്ന് വരും അല്ലേ? അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞാൽ 4/6. അതേ ആൻസർ തന്നെ ഇവിടെയും വരുന്നത്, ഇവിടെയും 4/6. അപ്പം ഫ്രാക്ഷൻ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഡിനോമിനേറ്റർ ഉള്ളയാൾ അങ്ങോട്ട് പോകുമ്പോ അങ്ങനെ ആലോചിക്കാം കേട്ടോ. 4/6 എന്നുള്ളത് അങ്ങനെ നിർത്തരുത്. ഇത് 2 കൊണ്ട് ഡിവിസിബിൾ അല്ലെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പൊ നമുക്കത് 2/3 എന്ന് കിട്ടും. 2/3 മീറ്റർ ആണ് ആൻസർ. What number multiplied by 3/4 gives 1/2? കണ്ടോ, അത് വായിക്കുന്നതിന്റെ ഒപ്പം നമുക്കത് ഇക്വേഷൻ പോലെ എഴുതാൻ പറ്റും. വാട്ട് നമ്പർ, ഇവിടെ ഏതോ ഒരു നമ്പർ ഉണ്ട്, അതിനെ മൾട്ടിപ്ലൈ ചെയ്തു 3/4 കൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/2 കിട്ടി.
അപ്പൊ ഇവിടത്തെയും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും എന്ന് ആലോചിക്കാം. അപ്പം ഈ അറിയാത്ത നമ്പറിനെ നമുക്ക് എക്സ് എന്നും കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു ഈ 3/4 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും അല്ലെ. അപ്പൊ 1/2 ഡിവൈഡഡ് ബൈ 3/4 അതെങ്ങനെ കിട്ടും, 1/2 ഇൻറ്റു, കണ്ടോ ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആക്കി, എന്നിട്ടോ 3/4ന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ 4/3 എന്ന് വരും. അപ്പൊ ഇത് 4 ഇനി ഇവിടെ 2 ഇൻറ്റു 3 ഉണ്ട്. അപ്പൊ 6 4/6 എന്ന് എഴുതി നിർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2/3 ആണ് ആ നമ്പർ. 27 students of a class got A plus in maths. They form 3/4 of the entire class. How many students are there in the class? ഇപ്പൊ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ മൊത്തം എത്ര കുട്ടികളാണ് ചോദിക്കുന്നത് അല്ലേ. ആ ക്ലാസ്സിൽ നമുക്ക് എക്സ് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിച്ചേക്കാം. ഈ എക്സ് സ്റ്റുഡൻസിൽ എന്താ അവർ പറഞ്ഞത്, 27 സ്റ്റുഡൻസിന് മാത്സിന് ഫുൾ A പ്ലസ് കിട്ടിയിട്ടുണ്ട്. സോറി, മാത്സിന് A പ്ലസ് ഉണ്ട്. ഈ 27 എന്ന് പറയുന്നത് 3/4 ഓഫ് ദ ടോട്ടൽ ആണ്. 3/4. അപ്പൊ 3/4 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3/4 എക്സ് ആണ് എന്നാണ് അർത്ഥം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 3/4 കൊണ്ട് നമ്മൾ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് 27 എന്നാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ടോട്ടൽ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 3/4 ഇൻറ്റു എന്നുള്ളയാളെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 27 ഡിവൈഡഡ് ബൈ 3/4 എന്ന് വരും അല്ലേ. ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈങ് ബൈ ദ റെസിപ്രോക്കൽ. കണ്ടോ 3/4 തലതിരിച്ചിട്ടപ്പോ 4/3. ഇനി ഇതില് 27 ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്. കട്ട് ചെയ്യാലോ, ഇവിടെ 1ഉം ഇവിടെ 9ഉം വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ ന്യൂമറേറ്ററിൽ 9ഉം 4ഉം, 9 ഇൻറ്റു 4 36. ഡിനോമിനേറ്ററിൽ 1 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ 36 എന്ന് എഴുതിയാൽ മതി. ബിക്കോസ് 36/1 എന്ന് എഴുതണമെന്നില്ല, ബൈ 1ന് പ്രസക്തി ഇല്ല, അതുകൊണ്ട് 36 എന്ന് എഴുതിയാൽ മതി. അപ്പൊ 36 ആണ് ആ ക്ലാസിന്റെ സ്ട്രെങ്ത്. 2/3 of a bottle was filled with ½ liter of water. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിൽ ഉണ്ട്, അത് ഫുള്ളും നിറഞ്ഞിട്ടുണ്ടോ, ഇല്ല, 2/3 നിറഞ്ഞിട്ടുള്ളൂ. അപ്പം 2/3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷൻസിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് 2 പാർട്സ് ഇപ്പൊ ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലേ ഇപ്പൊ കഥയ്ക്കകത്ത് പറയുന്നത്, 2/3 ഓഫ് എ ബോട്ടിൽ വാസ് ഫിൽഡ് വിത്ത് ½ ലിറ്റർ. ഇവിടെ ഉള്ളത് ½ ലിറ്റർ ആണെന്നാ പറയുന്നത്. എന്നിട്ട് പറയാ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ദ ബോട്ടിൽ ഹോൾഡ്. അപ്പൊ ഇത് നിറച്ചു വെച്ചാൽ എന്തോരം വെള്ളം അതിനകത്ത് കൊള്ളൂ എന്നാ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് 2/3 ആണ്, 2/3. അപ്പൊ ടോട്ടൽ നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. മൊത്തം അതിനകത്ത് എക്സ് ലിറ്റർ കൊള്ളുമെങ്കിൽ 2/3 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 2/3 ടൈംസ് എക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്ന 1/2. കാരണം മൊത്തം എക്സ് ഉണ്ടെങ്കിൽ അതിന്റെ 2/3 മാത്രമേ ഇപ്പൊ വെള്ളം നിറച്ചിട്ടുള്ളൂ, അത് 1/2 ആണെന്നാ പറഞ്ഞത്. അപ്പൊ എക്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടത്തെ ഇൻറ്റു 2/3 എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഡിവിഷൻ ആവുമല്ലോ. 1/2 ഓൾറെഡി അവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2/3. ഇനി ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈങ് ബൈ ദ റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ ഓഫ് 2/3 എന്ന് പറഞ്ഞാൽ 3/2. അപ്പോ ഇതിൽ വരുമ്പോ 3/4 എന്നാ വരുന്നത് അല്ലെ. കാരണം ന്യൂമറേറ്ററിൽ 3 ഇൻറ്റു 1 3, ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 2 4. 3/4 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് ബോട്ടിലിൽ കൊള്ളുന്നത്. 3/4 of a vessel holds 1 and 1/2 liters of water. ഇപ്പൊ ഒരു വെസലിന്റെ മുക്കാൽ ഭാഗം അല്ലെ 3/4 ഫില്ല് ചെയ്തിട്ടുണ്ട്. അവിടെ 1 and ½ liters of water ഉണ്ട്. What is the capacity of the vessel in liters if it is completely filled with water? അപ്പം എക്സ് ആണെന്ന് വിചാരിക്കാം. ആ ഒരു വലിയ വെസൽ ഉണ്ട്, ആ വെസലിനകത്ത് എക്സ് ലിറ്റേഴ്സ് കൊള്ളും. പക്ഷേ അതിനകത്ത് 3/4 നിറച്ചു. എന്ന് പറഞ്ഞാൽ എക്സിന്റെ ടോട്ടലിന്റെ 3/4 നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ 1 and 1/2 ലിറ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ആക്കാം അല്ലെ. ടോട്ടൽ ഉണ്ടായിരുന്ന എക്സിന്റെ 3/4 ആണ് 1 and 1/2. ഇതിന് 1 and 1/2 എന്ന് പറയുന്നത് നമുക്കൊന്ന് ഇംപ്രോപ്പർ ആക്കാം. അപ്പം 2 ഇൻറ്റു 1 പിന്നെ +1 ചെയ്യണം. അപ്പൊ 3/2. അപ്പൊ 3/2 എന്ന് കിട്ടുമല്ലോ. എക്സ് ഇൻറ്റു 3/4 ഈസ് ഈക്വൽ ടു 3/2. ഇനിയോ, ഇനി ഈ 3/4 എടുത്ത് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. ഇൻറ്റു എന്നുള്ളത് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ ഇത് 3/2 ഡിവൈഡഡ് ബൈ 3/4. 3/2. ഇനി ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോഴത്തേക്കും 3/4നെയാണ് കേട്ടോ, ആദ്യത്തെ നമ്പറിനെ അല്ല നമ്മൾ റെസിപ്രോക്കൽ എടുക്കുന്നത്, രണ്ടാമത്തെ നമ്പറിന്റെയാണ് റെസിപ്രോക്കൽ എടുക്കുന്നത്. അപ്പൊ ഇവിടെ 4/3 എന്ന് വരും. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 ഉണ്ട്, കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 2ഉം 4ഉം ഉണ്ട്, കട്ട് ചെയ്യാം. ഇവിടെ 2 വരും, ഇവിടെ 1 വരും.
അല്ലെ? ഇപ്പം ന്യൂമറേറ്ററിലാകെ 2 into 1 2 എന്ന് വന്നു, ഡിനോമിനേറ്ററിൽ 1. അപ്പൊ 2 ആണ്. 2 liters ആണ് ആ വെസലിനകത്ത് കൊള്ളുന്നത്. 2 of the 3 ribbons of the same length. 2 of the 3 ribbons. അപ്പൊ 3 റിബൺ ഉണ്ടായിരുന്നതിൽ 2 എണ്ണം. അപ്പൊ 2 റിബൺ എന്തായാലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആൻഡ് ഹാഫ് ദ തേർഡ് റിബൺ. അപ്പൊ ഒരു ഹാഫും കൂടി അതിന്റെ കൂടെ എടുത്തു. എന്ന് വെച്ചാൽ 2.5 റിബൺ ഇപ്പൊ കയ്യിലെടുത്തിട്ടുണ്ട്. were placed end to end. It came to 1 meter. What is the length of the ribbon in centimeters? അപ്പോ ഒരു റിബണിന്റെ ലെങ്ത് ആ ചോദിക്കുന്നത്. ഒരു റിബണിന്റെ ലെങ്ത് എക്സ് ആയിരുന്നെങ്കിൽ 2 റിബൺ എടുക്കുമ്പോഴത്തേക്ക് അത് 2x ആയി അല്ലേ? 2x. പിന്നെ ഒരു ഹാഫും കൂടി എടുത്തു എന്ന് പറയുമ്പോൾ 2.5 x ആണ് മൊത്തം നമ്മളിപ്പോ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ആലോചിക്കുന്നത്? x into 2 and 1/2 ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 1 മീറ്റർ എന്നാണ് കിട്ടിയത് അല്ലെ? എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഈ എക്സ്, അതായത് ഒരു റിബണിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 and 1/2 എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പൊ അത് ഡിവിഷൻ ആവും അല്ലെ? x is equal to 1 divided by 2 and 1/2. 2 and 1/2 എന്ന് പറയുമ്പോൾ നമ്മൾ ഇംപ്രോപ്പർ ആക്കാം. 2 into 2 4, 4 plus 1 5. അപ്പൊ ഇത് 5/2. അപ്പൊ ഇത് 1 divided by 5/2 എന്ന് വരും അല്ലെ? ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. അപ്പൊ മൾട്ടിപ്ലൈങ് ബൈ ദ റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ 2/5. അപ്പോ അപ്സൈഡ് ഡൗൺ എഴുതുന്നതാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അപ്പൊ 1 into 2 2 ആൻഡ് ഡിനോമിനേറ്ററിൽ 5. 2/5 meters ആണ് ആ ചെറിയ പീസ് റിബണിന്റെ ലെങ്ത്. നമ്മളിത് ആൻസർ മീറ്ററിലാണ് എഴുതിയത്. ഇനി സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് സെന്റിമീറ്ററിലാക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണെന്ന് അറിയാലോ അല്ലെ? അപ്പൊ 2/5 മീറ്റർ എന്ന് പറയുമ്പോൾ 2/5 into 100. കാരണം സെന്റിമീറ്ററിന്റെ കൂടെയുള്ള നമ്പർ ആണ് വലുത്. സെന്റിമീറ്റർ ചെറുതാണ് പക്ഷെ നമ്പർ വലുതാണെന്നേ ഉള്ളൂ അല്ലെ? സെന്റിമീറ്റർ മീറ്ററിനെക്കാട്ടിലും ചെറുതാണ് പക്ഷെ നമ്പർ വലുതായി കിടക്കും സെന്റിമീറ്ററിന്റെ അടുത്ത്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് എങ്ങനെ വരും? 100 എന്ന് പറഞ്ഞാൽ 100/1 ആണ്. ഇപ്പൊ 2 into 100 by 5 into 1 അല്ലേ വരുന്നത്? ഇതിൽ 5ഉം 100ഉം നമുക്ക് ഡിവിസിബിൾ ആണല്ലോ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1 വരും. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10നകത്ത് 5 2 times ആൻഡ് ഒരു 0 അവിടെ ഇരിപ്പുണ്ട്. ആ 0 ഇവിടെ ഇട്ട് കൊടുത്തു. ഇപ്പൊ 2 into 20 40 centimeters എന്നും ആൻസർ എഴുതാം. A road is 36 meter long. How many pieces each of length 2.5 meters can be cut off from it? അപ്പോ ഒരു 36 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോഡ് ഉണ്ട്. അതിനെ നമ്മൾ 2 and 1/2 ആയിട്ട് ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കുവാണ്. അപ്പൊ ഹൗ മെനി പാർട്സ് എന്ന് പറയുമ്പോൾ എത്ര കഷ്ണങ്ങളാ? ഈ ചെറിയ മെഷറിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വലിയ മെഷറിനെ ഡിവൈഡ് ചെയ്യണം അല്ലെ? 36 divided by 2 and 1/2 ചെയ്യുമ്പോൾ ഹൗ മെനി പീസസ് എന്നുള്ളതിന്റെ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം. ഇനി 2 and 1/2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇംപ്രോപ്പർ ആക്കണം. 2 into 2 4 plus 1 അപ്പൊ 5/2. അപ്പൊ 36 divided by 5/2 എന്നല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? 36 into 2/5. ഓക്കെ, 36 ഇതിനകത്ത് ഇപ്പൊ ഒന്നും കട്ട് ചെയ്യാനൊന്നുമില്ല അല്ലെ? 36 എന്ന് പറഞ്ഞാൽ 36/1 ആണ്. 36 into 2 72 ആൻഡ് ഡിവൈഡ് ബൈ 5 എന്ന് വരും. അപ്പൊ ഇത്രയും മീറ്റേഴ്സ് അല്ലെങ്കിൽ ഇത്രയും പീസസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതില് ശരിക്കും പറഞ്ഞാൽ 72/5 എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നമ്പർ അല്ല. അപ്പൊ നമുക്ക് 72നെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. 72 divided by 5. ഇവിടെ 1 time 5 വന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 22. 4 times 5 20. അപ്പൊ റിമൈൻഡർ 2 വന്നു അല്ലെ? അപ്പൊ 14 പീസസ് ആക്കാം. 14 പീസസ് ആക്കിയിട്ട് നമ്മുടെ കയ്യില് ഒരു 2 ബാക്കി ഇരിപ്പുണ്ട്. 2 out of 5 അല്ലെ? 2/5 പാർട്ട് ബാക്കിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2/5 of 1 പീസ് ആണ് ബാക്കിയുള്ളത് അല്ലെ? 14 പീസസ് നമുക്ക് കിട്ടും. 2/5 of a പീസും കൂടി കിട്ടും. അപ്പൊ ഒരു പീസ് എത്രയായിരിക്കും ലെങ്ത് എന്ന് നോക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കണം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റോഡ് ലെഫ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2/5 ഓഫ് ദ വൺ പീസ് ആണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു പീസിന്റെ ലെങ്ത് 2 and 1/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 2 and 1/2ന്റെ 2/5 പാർട്ടാണ് ബാക്കിയുള്ളത്. ഓക്കെ അല്ലേ? 2 and 1/2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു 5/2 ആണ്. 5/2ന്റെ 2/5 പാർട്ട് ബാക്കിയുണ്ടെന്നാ പറയുന്നത് അല്ലേ? ബാക്കിയുള്ളത് ഓക്കെ 2 and 1/2 ആയിരുന്നു ഒരു പീസിന്റെ ലെങ്ത്. അതിന്റെ 2/5 ആണ് ബാക്കിയുള്ളത്.
അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10/10 എന്ന് പറയും അത് വരും. അതായത് 1 മീറ്റർ ആണ് ബാക്കിയുള്ള പീസിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. 16 meter long road is cut into pieces of length 2/3 meters. അപ്പോൾ 16 meter ലെങ്ത് ഉള്ള ഒരു റോഡിനെ 2/3 മീറ്റേഴ്സ് ഉള്ള പീസാക്കി ഡിവൈഡ് ചെയ്യുവാണ്. ഇപ്പൊ ഡിവൈഡ് ബൈ 2/3 മീറ്റർ ഇത് ചെയ്യുമ്പോൾ എത്ര പീസസ് കിട്ടിയെന്ന് കിട്ടും അല്ലെ. അപ്പൊ 16 ഡിവൈഡ് ബൈ 2/3 ആണ് ചെയ്യേണ്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. മൾട്ടിപ്ലൈങ് ബൈ ദ റെസിപ്രോക്കൽ ഓഫ് ദിസ് നമ്പർ. അപ്പൊ ഇവിടെ 3/2 എന്ന് വരും. അതായത് 16/1 ഇൻറ്റു 3/2. ഇതിൽ ന്യൂമറേറ്ററിൽ 16 ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്. കട്ട് ചെയ്യാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ 1 വന്നു, ഇവിടെ 8 വന്നു. 8 ഇൻറ്റു 3 24 പീസസ് ആണ് കിട്ടുന്നത്. How many 3/4 little bottles are needed to fill 5 and 1/4 liters of water? അപ്പോ 5 and 1/4 liters of water ഉണ്ട്. അതിനോ 3/4 liters കൊള്ളുന്ന ബോട്ടിൽസും ഉണ്ട്. അപ്പൊ ഈ വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബോട്ടിലോട്ട് നിറയ്ക്കണം. എത്ര ബോട്ടിൽ വേണം എന്നറിയണമെങ്കിൽ നമ്മൾ ഈ വാട്ടറിന്റെ കപ്പാസിറ്റിനെ ആ ബോട്ടിലിന്റെ കപ്പാസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പൊ 5 and 1/4 എന്നുള്ളത് നമുക്ക് ആദ്യം ഇംപ്രോപ്പർ ആക്കാം. 5 into 4 20 21 അല്ലെ. അപ്പൊ 21/4 എന്ന് വരും. അപ്പൊ ഇത് 21/4 ഡിവൈഡഡ് ബൈ എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. മൾട്ടിപ്ലൈങ് ബൈ ഇത് റെസിപ്രോക്കൽ എടുക്കണം അല്ലെ. അപ്പൊ 4/3. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 ഉണ്ടല്ലോ, കട്ട് ചെയ്യാം. 21ഉം 3 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. അപ്പൊ 7 ബോട്ടിൽസ് ആണ് ആവശ്യമുള്ളത്. 13 and 1/2 kilograms of sugar is packed into bags with 2 and 1/4 kilogram of sugar. അപ്പം ഇതാണ് വലിയ ക്വാണ്ടിറ്റി. ഇതിനെ 2 and 1/4 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുവാണ്. ഹൗ മെനി ബാഗ്സ് ആർ നീഡഡ് എന്ന് പറയുമ്പോൾ ഈ വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അതായത് വലിയ ക്വാണ്ടിറ്റീനെ ചെറിയ ക്വാണ്ടിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുവാണ്. ഡിവൈഡ് ചെയ്ത ആൻസർ കിട്ടും. ആദ്യം നമുക്ക് 13 and 1/2നെ ഇംപ്രോപ്പർ ആക്കാം. 13 into 2 26, 26 plus 1 27/2 എന്നായി. അപ്പൊ ഇവിടെ നമുക്ക് 27/2. ഇനി 2 and 1/4 ഡിവൈഡഡ് ബൈ തന്നെ ഇപ്പൊ ഇട്ടേക്കാം. 2 and 1/4 എന്നുള്ളത് 4 into 2 8, 8 plus 1 9, 9/4. അപ്പൊ ഡിവൈഡഡ് ബൈ 9/4. ഇനി അടുത്ത സ്റ്റെപ്പില് 27/2 മൾട്ടിപ്ലൈങ് ബൈ ദ റെസിപ്രോക്കൽ എന്നാക്കാൻ പോവാണ്. ഡിവിഷനെ എടുത്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആക്കി 9/4 എന്നുള്ളത് 4/9 എന്നാവും അല്ലെ. ഇനിയോ ന്യൂമറേറ്ററിൽ 27ഉം 9ഉം കട്ട് ചെയ്യുമ്പോൾ 3 കിട്ടൂലേ. സി 3 times 9 ആണല്ലോ 27. അതുപോലെ തന്നെ 2ഉം 4ഉം ഉണ്ടല്ലോ, കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് വരും അല്ലെ, ഇവിടെ 1ഉം. അപ്പോൾ ന്യൂമറേറ്ററിൽ മാത്രമേ ഇപ്പൊ നമ്പർ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ 1 ഉള്ളൂ. അത് എഴുതണമെന്നില്ല. 3 into 2 6 ആണ്. അപ്പൊ 6 ബാഗ്സ് നമുക്ക് ഉണ്ട്. The area of a rectangle is 22 and 1/2 square centimeters. അപ്പോൾ ഒരു റെക്ടാംഗിളിന്റെ ഏരിയയിലാണ് കഥ പറയുന്നത്. ഏരിയ 22 and 1/2 മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, സെന്റിമീറ്റർ സ്ക്വയർ ആണ്. വൺ സൈഡ് 3 and 3/4. 3 and 3/4 സെന്റിമീറ്റേഴ്സ് ആണ് ഒരു സൈഡ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി അതർ സൈഡ്? അപ്പോൾ 3 and 3/4നെ നമ്മൾ ഇവിടെ ഏതോ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിന്റെ ലെങ്ത് നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22 and 1/2 കിട്ടും അല്ലെ. കാരണം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ. അപ്പൊ 3 and ആദ്യം നമുക്ക് എല്ലാവരെയും എന്താക്കണം, നമുക്ക് ഇംപ്രോപ്പർ ആക്കാം. 4 into 3 12, 12 plus 3 15. അപ്പൊ ഇത് 15/4 എന്ന് വരും അല്ലെ. ആൻഡ് 22 and 1/2 ഉണ്ടല്ലോ. അപ്പൊ 22 into 2 44 plus 1 45/2 എന്നും വരും. അപ്പോ ഇത് നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. x into 3 and 3/4 എന്ന് പറയുന്നത് 15/4 എന്ന് എഴുതാം. ഈക്വൽ ടു 45/2 എന്ന് വരും അല്ലെ. ഇനി നമുക്ക് ഈ ഇൻറ്റു എന്നുള്ളയാളെ എന്ത് ചെയ്യണം, അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പുറത്തോട്ട് പോകുമ്പോൾ അയാളുടെ ജോലി ഡിവിഷൻ ആവും. അപ്പൊ എക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ് is equal to 45/2 divided by 15/4 എന്നാണ് വരുന്നത്. ഇതില് ഇനി നമുക്ക് ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലൈങ് ബൈ ദ റെസിപ്രോക്കൽ. അപ്പൊ 15/4നെ 4/15 എന്നാക്കി. ഇതില് 2ഉം 4ഉം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്, കട്ട് ചെയ്യാം. ഇവിടെ 2, ഇവിടെ 1. ഇനിയുള്ളത് 45ഉം ഒരു 15ഉം. 3 times 15 ആണ് 45. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. 49നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 വരും. ഇപ്പൊ 9 into 2 ആണ് ന്യൂമറേറ്ററിൽ ഉള്ളത്, ഡിനോമിനേറ്ററിൽ 3 ഉള്ളൂ. 3ഉം 9ഉം കട്ട് ചെയ്യാം. അപ്പൊ 3 വരും അല്ലെ. 3ഉം 9ഉം കട്ട് ആവുമ്പോൾ 3 വരും. അപ്പൊ ഇവിടെ ആൻസർ 6 ആണ്.
അപ്പൊ 6 സെന്റിമീറ്റർ ആയിരുന്നു മറ്റേ സൈഡിന്റെ ലെങ്ത്. How many pieces each of length 2 and 1 by 2 meters can be cut off from a rope of length 11 and 1 by 2 meters? അപ്പോൾ 11 and 1 by 2 മീറ്റർ ഉള്ള റോപ്പാണ്. ഇതാണ് വലിയ റോപ്പ്. ഇയാളെ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. എത്രയാണ് ഓരോന്നിന്റെയും സൈസ്? 2 and 1 by 2 meters ആണ് ഓരോന്നിന്റെയും സൈസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പീസ് കിട്ടും എന്ന് കിട്ടും അല്ലേ? അപ്പൊ 11 and 1 by 2 എന്നുള്ള ആദ്യം നമുക്ക് ഇംപ്രോപ്പർ ആക്കണം. 22 plus 1 23 വരും അല്ലേ? 23 by 2. അപ്പൊ 23 by 2 ഡിവൈഡഡ് ബൈ, ഇനി 2 and 1 by 2 എന്നുള്ളത് 2 into 2 4, 4 plus 1 5, 5 by 2. അപ്പൊ ഇവിടെ 5 by 2 എന്നും വരും. അപ്പൊ ഇത് 23 by 2 into 2 by 5 എന്നാണ് വരുന്നത്. ഇതിൽ 2ഉം 2ഉം കട്ടാവും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും, ആൻഡ് 23 by 5 എന്നുണ്ടല്ലോ അല്ലേ? ഇത്രയാ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പീസസ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് ഒരു ഫുൾ നമ്പർ ആയിട്ട് എടുക്കണം അല്ലെ? ഹോൾ നമ്പർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 23നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, 23നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 5s are 20. ഇവിടെ റിമൈൻഡർ 3 വന്നു. അപ്പൊ 4 പീസസ് നമുക്ക് കിട്ടും. 4 പീസസ് വിൽ ബി ദർ. ആൻഡ് 3 ഇവിടെ റിമൈൻഡർ ഇല്ലേ? 3 ഔട്ട് ഓഫ് 5 ആണ് ബാക്കിയുള്ളത്. 3 by 5 ഓഫ് 1 പീസ്. 3 by 5 ഓഫ് 1 പീസ് ആണ് ബാക്കിയുള്ളത്. 1 പീസ് 2 and 1 by 2 meters ആയിരുന്നു ലെങ്ത്. അപ്പോ 3 by 5 ഓഫ് 2 and 1 by 2 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്ര മീറ്റർ ആണെന്ന് കിട്ടും. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. 3 by 5 ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ബൈ 2 into 2 4, 4 plus 1 5. ഇത് 5 by 2 ആണ് അല്ലേ? ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ 5 ഉണ്ട്, കട്ട് ചെയ്യാം. 3 by 2. അപ്പൊ 3 by 2 മീറ്റേഴ്സ് ആണ് ബാക്കിയുള്ളത്. 3 by 2 എന്ന് പറഞ്ഞാൽ 1 and 1 by 2 എന്ന് പറയാം. 1 and 1 by 2 മീറ്റർ ആണ് ബാക്കിയുള്ളത്. കുട്ടികൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.